ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ബൊഗൈൻവില്ലയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നൊരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം കേട്ടോ. ഡിസംബർ മാസം ആകുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുക. മഴയൊക്കെ മാറിയിട്ട് വെയിൽ ആകാൻ തുടങ്ങുന്ന ആ സമയത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ ഈ ഒരു വളം ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ശരിക്കും ഇതൊക്കെ നവംബറിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നവംബർ മാസമായപ്പോൾ എല്ലാ ചെടികളിലും ഇങ്ങനെ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളറൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊരു ലൈറ്റ് പിങ്കാണ്. പിന്നെ ശരിക്കും ഈ ചെടികളൊക്കെ ഒരു 6 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ചട്ടികളിൽ ഇങ്ങനെ റീപോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ കമ്പ് കട്ട് ചെയ്തിട്ട് മഴക്കാലങ്ങളിൽ വേറെ പോട്ടിലേക്ക് മാറ്റി നട്ട് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ മഴക്കാലം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ചെടികളിൽ നിന്നൊക്കെ കമ്പ് കട്ട് ചെയ്തിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ആ ഒരു കമ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തിട്ട്. അതിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് ഒരിക്കലും ബൊഗൈൻവില്ലയിൽ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ശരിക്കും നമ്മൾ മണ്ണിലൊക്കെ നടുക എന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതായിട്ടുണ്ടാവും കേട്ടോ. ചട്ടികളിലാവുമ്പോൾ ഇങ്ങനെ ബുഷിയാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതാണ്. ഈ ഒരു പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇട്ടത്. ഒറ്റ പ്ലാന്റിലാണ് ഇത്രയും പൂക്കളുള്ളത്. പിന്നെ അതിൻ്റെ ഒരു വൈറ്റും ലൈറ്റ് റോസും കൂടെ കൂടിയിട്ടുള്ള വേറൊരു കളറാണിത്. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് മതിലിൻ്റെ മുകളിലാട്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഈ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് വെയിൽ തട്ടുന്ന ഒരു സ്ഥലം കൂടെ ആവണം കേട്ടോ. ഞാനിത് ഇടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ നനച്ച് കൊടുക്കാറുള്ളത്. ഒരു കപ്പ് വെള്ളം എടുത്താൽ 4 ചട്ടികളിലായിട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ മതിലും അഴുക്കാവില്ല കേട്ടോ. മറ്റേത് വേറെ എന്തെങ്കിലും ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം നനച്ച് കൊടുക്കേണ്ടി വരും. മതിലും പെട്ടെന്ന് അഴുക്കാവും. ഈ ഒരു ചെടിയാവുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വരില്ല. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് 1 ലിറ്ററിൻ്റെ കപ്പിലാണ് കേട്ടോ. അത് 4 ചട്ടികളിലായിട്ട് ഒഴിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു കളറ് കണ്ടോ, നല്ലൊരു കളറാണ് കേട്ടോ. ലൈറ്റ് റോസ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ടുള്ള കളറാണ്. ഇതിപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ചെറിയ പൂക്കളായിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നാണിത്. ഇത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു കളറാണ്. വൈറ്റും ലൈറ്റ് റോസും തന്നെ. പക്ഷെ ആ ഒരു റോസല്ല, ആദ്യം കാണിച്ചെന്ന ആ റോസല്ല, അതിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്കാണ് ഇട്ടത്. പിന്നെ ഈ ഒരു കടലാസ് ചെടി നന്നായിട്ട് വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വളം ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല, അതിൽ പൂക്കൾ ഉണ്ടാവൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ വെയിൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ചസ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ലൈറ്റ് റോസൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല റോസായിട്ട് മാറുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ ഒരു യെല്ലോ കളർ എൻ്റെ കയ്യിലുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നടുമ്പോൾ ഒരുപാട് മൂത്ത കമ്പും അല്ലെങ്കിൽ ഒരുപാട് ഇളയ കമ്പും നടരുത്. രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു തരം കമ്പാണ് നടേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് കണ്ടോ, ചെറിയൊരു കമ്പാണ്. ഇതിൻ്റെ അറ്റത്ത് ഇത്രയും പൂക്കളുണ്ട് കേട്ടോ. നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇത് പൂക്കൾ കാരണം ഇതിങ്ങനെ ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ള ടിപ്സ് എന്താണെന്ന് പറയാം. നമ്മുടെ വീടുകളിലൊക്കെ വിറക് കത്തിക്കൂലേ, അതിൻ്റെ ചാരാണ് കേട്ടോ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുള്ളത്. എൻ്റെ ഭാഷയിൽ പറയാമെന്നുണ്ടെങ്കിൽ വെണ്ണൂറ് എന്നാട്ടോ പറയാം. ഈ ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചൂടാണ്. അപ്പോൾ ചാരം ചൂടാണല്ലോ, അപ്പോൾ അത് കാരണം കേട്ടോ അത് ഇതിലിട്ട് കൊടുക്കുന്നത്. ചില സമയത്ത് ഇതിൻ്റെ കൂടെ ഞാൻ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊരു 2 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടാവും കേട്ടോ. ശരിക്കും ഈ ചട്ടികളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതിലൊക്കെ ഞാൻ ചാരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ വീഡിയോ എടുത്തതാണ്. ഇനി ഇത് ഞാൻ നാളെ നനയ്ക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇനി ഇതൊക്കെ നനച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ ബൊഗൈൻവില്ല കട്ട് ചെയ്തിട്ട് മാറ്റി നടുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ വേര് വരാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ടിപ്സായിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.